എടി ഇങ്ങനെ സ്കൂളിൽ നിന്ന് കളിയാക്കാം, നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണോ? കൊഴപ്പില്ല. ഇങ്ങനെ ആക്ക്. അങ്ങനെ ഞാനും ആക്കുന്നേ. നീ ഒന്ന് കളിച്ചേ, ഒന്നോടെ കളി. എന്താ അമ്മേ? ഒന്നും പറ്റില്ല. അമ്മ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ. ഇനി എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേ എന്നാലും എന്തോ രസം, എന്തോ ഒരു ഇതുണ്ടാ. പോയി കളിക്ക്. പറഞ്ഞാ മനസ്സിലാവത്തില്ല. ലില്ലി വന്നാ? ഇല്ല. ലില്ലിയുടെ ഒച്ച കേട്ട പോലെ തോന്നി. ലില്ലി എങ്ങനെയാ വരുന്നത്? ഉടങ്ങാവളിയെ നമ്മളിഞ്ഞ് പറന്നെത്തുവോ? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് എന്ത് പറ്റിന്ന്? എനിക്കൊന്നും പറ്റിയില്ല. എന്തോ പറ്റാനാ? കരഞ്ഞ? ഞാനെന്തോന്നിന് കരയുന്നത്? ഞാൻ കരഞ്ഞില്ല. കരഞ്ഞ അമ്മയുടെ മുഖം കണ്ടറിയാം. എന്താ കാര്യം? എന്താന്ന്? ഞാൻ കരഞ്ഞില്ല. എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞില്ല. ഇത് നല്ല കൂത്ത്. ഒരു കൂത്തും ഇല്ല. ഞാൻ കരഞ്ഞില്ല. നിന്റെ കാര്യം നോക്ക്. പിള്ളേരായിട്ട് തല്ലുപിടിച്ചായിരിക്കും. എന്ത് കഷ്ടം പറയാമല്ലോ. അമ്മ ഇങ്ങ് വന്നേ. എന്താന്ന്? ഇച്ചിരി കറി കരിഞ്ഞതാ. വാ, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടവാ. എടി എന്റെ കൈ വയ്യ. അത് കുഴപ്പമില്ല, വാ ഇങ്ങോട്ട് വാ. അമ്മ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത ചിന്ത. നല്ലതിനും പറ്റൂല ചീത്തതിനും പറ്റൂല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. ഇവിടെ വെക്കാൻ സ്ഥലമില്ലല്ലോ. അമ്മ കരയുവാണോ അമ്മേ? എന്തുവാടി കരയുന്നത്? അമ്മ കരഞ്ഞ്. എടി ഞാൻ കരഞ്ഞില്ല. ഞാൻ എന്തോന്നിനെ കരയുന്നതിന്? അപ്പൊ ദേ ഇതെന്താ? ഉള്ളി അരിയുമ്പോ കണ്ണി കൂടെ കണ്ണീര് വരത്തില്ല? ഇത് ഉള്ളി അരിഞ്ഞ കണ്ണീരല്ല, അത് കണ്ടറിയാം. ഉള്ളി അരിയുമ്പോ എന്താ കണ്ണി കൂടെ ചുമന്ന കണ്ണീര് വരുവോ? കണ്ട, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഒരു കാര്യം ചെയ്യും. അവൻ കടയിൽ പോയിട്ട് വന്നിരിക്കും, തളർന്നിരിക്കുകയാണ്. ഒരു കട്ടൻ ഇട്ട് കൊടുക്ക്. ലില്ലി എന്ന് ഈ സമയത്ത് അവന് കട്ടൻ എനിക്ക് പറ്റില്ല, പോടുന്നു. അമ്മ എന്താ കാര്യം എന്ന് പറ. ഒരു കാര്യവും ഇല്ല. 100 പ്രാവശ്യം പറഞ്ഞു ഞാൻ കരഞ്ഞില്ല. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് ദേഷ്യം വരും. ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് വേണ്ട. പറയണതിൽ തന്നെയുണ്ട് സങ്കടം. ഓ പിന്നെ അത് ഉള്ളി അരിയുമ്പോ അങ്ങനെയൊക്കെ വരും. ഞാൻ കരഞ്ഞില്ല. ഇപ്പൊ അവന് ചായ ഇട്ട് കൊടുക്കാം. അവനെന്നാ ചായ ഇട്ട് കൊടുക്കട്ടെ എന്ന്. പൂക്കൾ എത്ര നിഷ്കളങ്കമാണ്, കിളികൾ മനോഹരവും. അടുത്ത ജന്മത്തിൽ 4-5 ഇതളുകളുമായി എനിക്ക് പൂവായി പിറക്കണം. വീണ്ടും മറ്റൊരു ജന്മമുണ്ടെങ്കിൽ ചിറകുള്ള കിളികളായി ജനിക്കണം. ആകാശം എന്റേതാകണം. വിശാലതയിൽ പറക്കണം. മേഘത്തിൽ ലയിക്കണം. ഇതെന്തൊരു വരിയാണ് ഈ പൂന്ന് പറഞ്ഞാൽ? പൂവ് ഭയങ്കര നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ പൂ ഏത് പൂവായാലും കുറച്ച് കഴിഞ്ഞാൽ വാടിയത് നാറ്റക്കേസാണ്. പിന്നെ ഈ കിളിയായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞാൽ കിളിയായിട്ട് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ തൂറി ആളുകൾ അവസാനം വല്ല കല്ലും എടുത്തെറിഞ്ഞാൽ അല്ലെ വല്ലവനും തോക്കിട്ട് വെടിവെച്ച് കൊല്ലും. നീ അടുത്ത ജന്മത്തിൽ ഇതൊക്കെയാണ് നിന്റെ സങ്കല്പം. ഇത് എല്ലാ കാര്യത്തിനും 2 വശങ്ങളുണ്ട്. എന്ത് വശം? അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ അതിന്റെ ഏത് വശം കാണുന്ന നമ്മുടെ ഒരു ചിന്തയുടെ അനുസരിച്ചിരിക്കും. ഞാൻ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നു, നീ നെഗറ്റീവായി ചിന്തിക്കുന്നു. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ നീ. പൂക്കൾ അൻസാറേ, അൻസാറേ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൻ തെണ്ടിത്തരം കാണിക്കുന്നു. നിന്റെ ഭാര്യയുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല അങ്ങനെ. അൻസാറേ ഒരു കാര്യം ഞാൻ പറയില്ല. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കും. ഇത് തെമ്മാടിത്തരല്ലേ കാണിക്കണേ? നീ വിളിച്ച് സംസാരിക്കുക. അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് നമ്മൾ വഴിയെ കച്ചവടം നടത്താവൂന്ന് പറ. അവനിങ്ങനെ ഒരു സ്ഥലം കിടക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. അതിനിടയ്ക്ക് നേരിട്ട് പോയി സംസാരിക്കേണ്ട. പിന്നെ നമ്മളെന്താണ് ഇവിടെ നടക്കണം? എൻ്റെ പുറകെ ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് കമ്മീഷൻ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് പക്ഷേ കമ്മീഷൻ കിട്ടണം സാറേ. കുറച്ച് കയറി ഇറങ്ങി തന്നെയാണ്.
പൂക്കൾ തെരുവിളി പൂക്കൾ എത്ര ചെറ്റത്തര ആര് കാണിച്ചാലും ചെറ്റത്തനം തന്നെ. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ ഞാൻ അത്ര പൊട്ടണമൊന്നുമല്ല. ഞാൻ സംസാരിക്കാതെ ഇടപെടുകയും ചെയ്യും. അങ്ങനെ എന്തേ വഴക്കുണ്ടാക്കുന്നേ? എന്തേ വഴക്കുണ്ടാക്കുന്നേ? ഞാനൊരു കവിത എഴുതുകയായിരുന്നു. ബെസ്റ്റ്. കവിത എഴുതിട്ട് അത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാതെ അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ ആര് വഴക്ക് പറഞ്ഞു? വഴക്ക് പറഞ്ഞു. നിങ്ങൾ പിന്നെ ഇവിടെ നിന്ന് തൊള്ളവർക്കണ എന്താ? ഞാൻ വേറെ കേസ്, അവൻ്റെ കവിതയല്ല. ആ അൻസാറിൻ്റെ ബന്ധുവിനൊരു സ്ഥലം ഞങ്ങൾ സംസാരിച്ച് ഞാനും അവനും കൂടെ കൊണ്ടുപോയി എല്ലാം മുട്ടിച്ചു കൊടുത്ത്. ആ പണിക്കര സ്ഥലം, പമ്പുള്ള പണിക്കരുടെ ആ ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ കിടക്കണല്ലേ. ഇത് തുടങ്ങുമ്പോഴേ ക്ലീറ്റോനെ അറിയാലോ അതിൽ നിന്ന് കിട്ടൂല. അതല്ലെന്നേ, ഇതിപ്പോ അവര് തമ്മിൽ നേരിട്ട് കച്ചവടം ചെയ്യാൻ പോകും. ഞങ്ങൾ കൊണ്ടുപോയി മുട്ടിച്ച് എല്ലാം സംസാരിച്ച് 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കമ്മീഷൻ വരേണ്ട കേസ്. നമ്മുടെ കയ്യിൽ പൈസ വരൂലല്ലോ. നീ ചുമ്മാ രചിച്ച് പോയാൻ മനുഷ്യൻ ഭ്രാന്തെടുത്തിരിക്കുമ്പോ ഒന്ന് ചൊറിയല്ലേ? ചൊറിയാൻ വന്നല്ലേ, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെന്താ? ആ എടാ, അമ്മക്ക് എന്തോ പൂക്കൾ നിന്നോട് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കവിത മേലാൽ എഴുതരുതെന്ന്. അത് പണ്ട് പണ്ട് ശരിയല്ല, ഇപ്പോഴും ശരിയല്ല. ഒരു മനുഷ്യന് വായിച്ചാൽ മനസ്സിലാവൂല, ഒരു അർത്ഥം ഉണ്ടാവും. നിഷ്കളങ്കമാണ്. തൂക്കല്ല എത്ര നിഷ്കളങ്കമാണ്. എന്ത് കവിത ഇത്? ഞാൻ ഇവിടെ ജനിക്കേണ്ടതല്ല, ജനിക്കേണ്ടതേ അല്ലാന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ, അമ്മയ്ക്ക് എന്താ വിഷമം ഉണ്ടെന്ന്. ആവോ പിള്ളേര്, ഞാൻ മുറ്റത്ത് വെച്ച് ഇതാക്കിയപ്പോ അമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നെ വെറുതെ ചീത്ത പറയാ എന്താന്ന് ചോദിച്ചിട്ട് പറയണില്ല. ആ പറഞ്ഞാലല്ലേ എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ചോദിച്ചു മനസ്സിലാക്ക്. ചോദിക്കണത്തിന് എന്തെങ്കിലും അമ്മ അമ്മയുടെ പറയൂലടി. പറയൂല. പിന്നെ എന്തിനാ വെറുതെ ഒന്ന് കരയുന്നത്? സവാള അരിഞ്ഞോണ്ടിരുന്നപ്പോ കരഞ്ഞു. ചോദിച്ചപ്പോ പറഞ്ഞു കണ്ണീന്ന് വെള്ളം വന്നാന്ന്. കണ്ണീന്ന് വെള്ളം വന്നാ കരയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അത്ര ബോധം ഇല്ലാത്തതാണോ? ഇനിയിപ്പോ ഇനി വീണ്ടും കൂടെ ഒന്നുകൂടെ എന്തെങ്കിലും വിഷമം പറയണമെങ്കിൽ നമുക്ക് ചോദിച്ചതിന് പരിഹാരം കാണാം. പിന്നില്ലേ വല്ല മനസ്സിനൊക്കെ വല്ല വിഷമവും തട്ടി വല്ല നെഞ്ചുവേനൊക്കെ വന്നാലോ? എന്റെ ഈ കവിത എല്ലാം കേട്ടടേ അമ്മ. വരുവോ? അവരവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടൊന്ന് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പോട്ടെ. എന്നാ ഞാൻ നിനക്ക് ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചേക്കാം. അല്ലെ അയച്ചേക്കാം, സൗകര്യം കേൾക്കണം. എന്റെ പൂർണ്ണ രൂപം വരുമ്പോ നീ ഞെട്ടും. ആയിക്കോട്ടെ. ഇങ്ങനെ വിശക്കുന്നുണ്ടോ? അവിടെ ചോറിന്റെ ബാക്കിയായി. പച്ചക്കറി ഒന്നും എടുത്ത് കഴിച്ചില്ല കേട്ടാ. അതൊന്നും തൊടാൻ പാടില്ല. ഇത് കഴിക്കേ, അവിയൽ കഴിക്കേ. കഴിക്കില്ല അവള്. സൗന്ദര്യം കൂടണമെങ്കിൽ ഇത് കഴിക്കണം, പച്ചക്കറി. അതാണ് വേണ്ട നിന്റെ അച്ഛൻ ഇത്രയും സൗന്ദര്യം. ഇന്നൊരു കാര്യം ഉണ്ടായി, ഞാൻ പറയാൻ മറന്നുപോയി. ഇന്നേ അമ്മ പതിവില്ലാതെ ഒരു കരച്ചില്. എന്താന്ന് ചോദിച്ചപ്പോ എന്നെ വഴക്ക് പറഞ്ഞു. പറയുന്നില്ല എന്ത് ചെയ്തിട്ടും. ആ എന്തിനാ അമ്മയെ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ല. ചുമ്മാ ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോ ചോദിച്ചു എന്താ കരയുന്നത്. അപ്പൊ പറയാ ഒന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ ചോദിച്ചപ്പോ എന്നെ വഴക്കുറയും. ഒന്നുമില്ലാതെ ഈ കരയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മാനസിക രോഗത്തിന്റെ തുടക്കമാണ്. അത് കൊച്ചുങ്ങൾ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ആലോചിച്ച് ഈ കൊച്ചുങ്ങൾ വളർന്ന് വലുതാകുമ്പോ അവരുടെ കല്യാണം കാണാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ എന്ന്. ആ ചെറുക്കനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന്. അതാ മക്കളെ ഞാൻ കരഞ്ഞു പോയത്. ഞാൻ നല്ലൊരു സൈവം കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി. അതെ, ആ കുട്ടികളുടെ ചെറുക്കന്മാരെ കാണണം. നിലവിളക്ക് കൊണ്ട് അമ്മയാണ് സ്വീകരിച്ച് പിള്ളേരെയൊക്കെ. അമ്മൂമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ വലുതാവുമ്പോ കല്യാണം കഴിക്കും. വലിയൊരു ത്യാഗി. നിനക്ക് ചെലവ് പറഞ്ഞു. കല്യാണം കഴിക്കൂല, വഴിക്കൊക്കെ. എന്റെ മുത്തിനെ അങ്ങനെ ഒരു തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ? മുത്തിന് നാളെ കല്യാണം കഴിച്ചാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ അവളിരിക്കും. ശരി, നാളെ എന്നുള്ളത് മറ്റൊന്നും ആക്കാൻ പറഞ്ഞു കരുതല്. അമ്മ നമ്മളിത് കഴുകി അതൊക്കെയാണോ? നമുക്ക് ചോറിടും മക്കളെ. നീ കഴിക്കുന്ന വിശക്കണില്ല. പ്ലാൻ എടുത്തോളാ മക്കളെനിക്ക്. അല്ല, ക്ലീറ്റസ് അച്ചായനും ലില്ലി ചേച്ചി ബന്ധുവാണ്. റൊണാൾഡൊക്കെ ആ ബന്ധുവാണ്. ടോം
ടോം ബന്ധുവാ? ആ അടുത്ത ബന്ധുവാണ്. ആ ശരി വാ ഒരു ക്ലീറ്റോ തങ്കം എന്താടാ ആടാ ടോം നിൽക്കുന്നത്. ടോം അച്ഛാ മനസ്സിലായില്ലേ? കൊടുങ്ങാവുള്ള സെബാസ്റ്റ്യൻ. അച്ഛാ ടോം വെട്ടുകുടി, നമ്മളെ സെബാസ്റ്റ്യൻ വെട്ടുകുടിയുടെ ടോം സെബാസ്റ്റ്യൻ വെട്ടുകുടി. സെബാസ്റ്റ്യൻ ഞാൻ നിന്നെ കുറെ മുമ്പ് കണ്ടതല്ലേ? എടി, നമ്മളെ ഭരണപക്ഷത്തെ മെനഞ്ഞാൽ നമ്മളെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് കണ്ടില്ലേ സെബാസ്റ്റ്യൻ? ഞാൻ പറഞ്ഞ അയ്യോ ഞാനാണ്. അച്ചടാ ഇത് ഏത് വഴിക്ക് പോയിട്ട് വന്നേ? അല്ല, ഞാൻ ഇങ്ങനെ അച്ഛനെ കാണാൻ വന്നതല്ലേ വന്ന് വാ വല്ല കഴിച്ചിട്ട് വാ. ഈ ഓട്ടോറിക്ഷയിൽ വന്ന് കാറൊക്കെ എന്ത് കാറ് പെട്ടെന്ന് എടുത്തില്ലേ ചേച്ചി? ആ എന്നാലും വാ. പപ്പയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കും. ഞാൻ അവിടെ നിർത്തി വർത്താനം പറയാനുള്ളല്ലോ. അവൻ വാ, ഇരുന്ന് വല്ല കഴിച്ചിട്ടൊക്കെ പോന്നി ഓട്ടോ വിടുക. അത് പറ്റില്ല അച്ഛാ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ പോവുള്ളൂ. അതിപ്പോ 2-3 ദിവസം നിക്കട്ടെ, എന്നാ കുഴപ്പം? 2 ദിവസം കഴിഞ്ഞേ പോവുള്ളോ? 2 ദിവസം കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അല്ല അത് എന്താണെന്ന് ഞാൻ അവിടെ കൊടുങ്ങാവളയിലൊന്ന് വിളിച്ചു ചോദിക്കാന്ന് വേണ്ട, ഞാൻ ചെറുതായിട്ട് രഹസ്യമായിട്ട് വന്നേ. അത് സാരമില്ലടാ, നീ 1 മാസം നീ തീരുമാനിച്ച 2 ദിവസം കഴിഞ്ഞേ പോവുള്ളൂ എന്ന്. ഞാൻ തീരുമാനിച്ച 2 ദിവസം നിന്നേ പറ്റൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നീ ഓട്ടോറിക്ഷ വിട്. 2 ദിവസമൊക്കെ ഓട്ടോ ഇട്ടുന്ന അതിന്റെ പൈസ കൊടുക്കണ്ട. വാ വാ നമുക്ക് ഇരുന്ന് ഓട്ടോ അങ്ങനെ വിടാൻ പറ്റൂല. പൈസ ഇല്ലേ? പൈസ ഇല്ലേ? അങ്ങനെയല്ല, പിന്നെ ഓട്ടോയ്ക്കകത്ത് ഒരാളുണ്ട്. ഓട്ടോയ്ക്കകത്ത് ആരുണ്ട്? ഞാൻ വിളിക്കാം. ജസി വാ, നമ്മളെ വീട് തന്നെ വാ. ക്ലീറ്റോ ഒരു പെങ്കൊച്ച്. അല്ല എന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതാരടാ? ഇത് പിന്നെ ഇത് ജസി. എടാ ഇത് ഏത് ജസി? അല്ല അത് അച്ഛനെ പറഞ്ഞു വരുമ്പോ അറിയാം. ഈ പ്രതിപക്ഷത്തുള്ള PP ജോർജ് ഇല്ലേ, പുള്ളിയുടെ മോള. അയ്യോ എന്റെ കർത്താവേ! ഇടോ, ഇതെന്തോ ഇത്? ഭരണപക്ഷം പ്രതിപക്ഷം, പ്രതിപക്ഷം ഭരണപക്ഷം. അതിന് എന്താ കുഴപ്പം? എടീ സെബാസ്റ്റ്യൻ വെട്ടുകുഴിയും പി ജോർജും കൂടെയാ രാത്രി ചാലിരുന്ന് അടികൂടുന്നത്. എന്തോന്ന് ടെൻഡറൊക്കെ വെറും പ്രഹസനമല്ലടോ. മിസ്റ്റർ PP ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം. ഉടായിപ്പ് ടെൻഡറും ഉണ്ടാക്കി തൻ്റെ കുടുംബക്കാർക്ക് വർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് താനും തൻ്റെ പാർട്ടിക്കാരും അതിൽ നിന്ന് കമ്മീഷൻ എടുക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സർക്കാരിനെ നിന്ന് കോടികൾ അടിച്ചു മാറ്റി കീശയിലാക്കും. ഇതല്ലോടോ ടെൻഡർ? ഒക്കെ വെട്ടിപ്പല്ലേ. എന്റെ വെട്ടുകുഴി, താൻ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇതേ പഴയ കാലത്ത് വെട്ടിപ്പ് ടെൻഡർ അല്ല, കമ്പ്യൂട്ടർ ടെൻഡറാ. അതിൽ അഴിമതി നടത്താൻ പറ്റുമോ? യോ എടോ, കമ്പ്യൂട്ടർ കള്ളം പറയുമോ? അതങ്ങനെ വിവരം വേണ്ടേ? വിവരമില്ലാത്തത് തനിക്കാ. എടോ, തനിക്കും തന്റെ കുടുംബക്കാർക്കും വിവരക്കേട് എന്താണെന്ന് നാട്ടുകാർ തെളിവ് സഹിതം ഇപ്പൊ നിരത്തി തരും. കാണോ തനിക്ക്? ഓ പിന്നെ തന്റെ കുടുംബത്തിലാണല്ലോ ചാണക്യനും ഐസക് ന്യൂട്ടനൊക്കെ ജനിച്ചത്. അതേടോ. വിവരക്കേട് പറയാതെ ഒന്ന് ഇറങ്ങി പോടോ. ഇറങ്ങിപ്പോ പറയാൻ ഇത് തന്റെ കുടുംബസ്വത്വം. ആണോ വിവരക്കേട് പറയുന്നത് തന്റെ തന്തയാ. തന്റെ തന്തയ്ക്കാ? സെബാസ്റ്റ്യൻ, ഇതൊരു ചാനൽ ചർച്ചയാണ്. ഇവിടെ തന്തയ്ക്ക് വിളി പാടില്ല. പിന്നെ വിളിച്ചത് ഒന്ന് വിളിച്ചു നോക്കാം, പറയാ. തന്റെ തന്തയ്ക്കാണ് വിളിച്ചത്. വിളിച്ചെന്താ കുഴപ്പം? എന്താ കുഴപ്പം? കൂടുതൽ ചെറ്റത്തരം പറയുന്നത് കേട്ടോ. തനിക്കെന്നെ അറിയാൻ പാടില്ല. എന്താന്ന്? താൻ എന്തോന്നാ പറയുന്നത്? ഇയാൾ എങ്ങനെ ഇവിടെ വന്നെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാമല്ലോ. ഇയാൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ജനങ്ങളുടെ വോട്ട് നേടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ജനങ്ങളുടെ വോട്ട് എങ്ങനെ ഒപ്പിച്ചെന്ന് ഒരു ഇടവേളയ്ക്ക് പോകണം. ഒരു ഇടവേള ഉണ്ടാക്കില്ല. തന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയതാണോ? കുടുംബക്കാരെ പറഞ്ഞാലുണ്ട്. താൻ എന്നെ തന്തയ്ക്ക് പറഞ്ഞോ? തന്നെ തന്തയ്ക്ക് ഞാൻ പറയും. ശരിക്കും അറിഞ്ഞൂടാത്തോളം കേട്ടാ. വേഗം വേഗം ഒരു തന്നെ ഉണ്ടല്ലോ ശരിയാക്കിയിട്ട് ഞാൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്തോ വിചാരിച്ചോ? ഇപ്പം എനിക്ക് തോന്നുന്നു വെച്ചാല് ഇപ്പം മീഡിയക്കാരും അറിഞ്ഞിട്ടില്ല. സാധാരണ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം മീഡിയക്കാരനെ പോയിക്കൊണ്ട് വെളി ഇറങ്ങും. ഇത് അറിഞ്ഞിട്ടില്ല. ഇല്ല, അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ആരോരും അറിയാതിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ആരും അറിയാതിരിച്ച് വീടുകളിൽ പോകുന്നില്ലല്ലോ. അതാണ് അങ്ങനെ ആരും അറിയാതെ ഇനിയിപ്പോ വീട്ടിൽ പോകാനൊന്നും പറ്റൂല. ഞാൻ പറയണത്. വീട്ടിൽ പോണ കാര്യം പറയണ്ട. എടേ, സംഭവം ഇപ്പൊ പറയണ കേക്ക്. നിങ്ങള് സമാധാനം, എല്ലാത്തിനും സമാധാനമുണ്ട്. ഇതിപ്പോ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടേക്കണത്. അതെ, ഞാൻ ഒരു കാര്യം പറയാം.
ഇപ്പൊ നിങ്ങൾ വീട്ടിൽ പോവുക, നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും തന്തമാരുമായിട്ട് ഞങ്ങളൊന്ന് സംസാരിച്ച് നടന്നില്ലെങ്കിൽ ഇതാ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളെ കല്യാണം രജിസ്റ്റർ മാരേജ് ഞങ്ങൾ രണ്ടുപേരും നടത്തി തരും. എന്നാ നടക്കൂല, നിങ്ങൾ രണ്ടുകൂടെ നടത്തി തരണം. ഇനി വീട്ടിൽ പോയാൽ പിന്നെ ഇനി വീട്ടിൽ തിരിച്ചു വരാനൊന്നും പറ്റൂല. അവർ നമ്മളെ പിടിച്ച് ലോക്ക് ചെയ്യുമെന്ന്. ഞാൻ ടോമ എടുത്ത് ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കരുത്. അങ്ങനെ എടുത്ത തീരുമാനമല്ല, തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് ചാടിയത് ഇങ്ങോട്ട്. ഇതിപ്പോ പ്രായത്തിന്റെ തിളപ്പാണിത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ രണ്ടുപേരുടെ തന്തമാര് രാഷ്ട്രീയത്തിലെ രണ്ട് പുലികളാണ്. ഇത് എന്തെങ്കിലും വിഷയമായി കഴിഞ്ഞാൽ പാർട്ടിപരമായിട്ട് അടിയാവും, വലിയ വിഷയത്തിലോട്ട് പോകും. വ്യക്തിപരമായിട്ട് മാത്രമല്ലെന്നേ, അവർക്ക് വ്യക്തിപരമായ നമ്മളോട് ശത്രുത തോന്നും. അതുണ്ടാവും. പിന്നെ ഉറപ്പായിരുന്നല്ലേ ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞില്ല വീട്ടില്? അവർ നാടൊട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പിടിപാടുള്ളത് കൊണ്ടാണ് അവർ മാധ്യമങ്ങളെന്ന് അറിയിക്കാതിരിക്കുന്നത്. ഇനി അറിഞ്ഞ മാധ്യമങ്ങൾ പോലും പുറത്തുവിടാത്തതുകൊണ്ടാണ്. ഇവരെ ശത്രുത ഭയന്നിട്ടാണ്. അപ്പൊ അവര് നമുക്ക് ശത്രുക്കളാവും. അത് വേറൊരു കാര്യമാണ് നീ ആലോചിച്ചുള്ളത്. ഇത് തീക്കളിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആര് ശത്രുക്കളാവുന്നു? ഈ പറഞ്ഞപ്പോ മാധ്യമോ ആരാണ് ശത്രു? കാര്യം മനസ്സിലാവില്ല. അതെ, നീ ഇപ്പോഴും ഈ പറഞ്ഞില്ലേ, ഈ പ്രായത്തിൽ ഈ പ്രണയം ഇങ്ങനെ തലയിൽ കയറി കഴിഞ്ഞാൽ ഇത് കുഴപ്പമാണ്. അച്ഛാ ഏത് പ്രായത്തിലെന്നാണ് ഇത്? ഇപ്പോഴേ ഇവിടെ നര വന്നു തുടങ്ങി. ഇനി പിന്നെ ഏത് പ്രായത്തില്? വേറൊന്നും ഉണ്ടല്ലോ ടോമേ, ഞാനൊരു പോലീസുകാരൻ, ഇവനൊരു രാഷ്ട്രീയക്കാരൻ. അപ്പൊ നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് തരാനുള്ളത്. അതാണ് അത് നിയമപരമായ ഒരു കാര്യമാണെങ്കിൽ മാത്രമല്ലേ ഒരു നിയമപാലനയിൽ ഇടപെടാൻ പറ്റുള്ളൂ. അതെന്താ മനസ്സിലാക്കാത്തത്? നിയമപരമായിട്ട് നമുക്ക് ഒന്നിക്കാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറ. സമയമെടുക്കും. സമയം എടുത്തോ, 2 ദിവസം എടുത്തോട്ടെ. 2 ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ. 2 ദിവസം നമ്മൾ ഇവിടെ തന്നെ കാണും. നല്ല മോളല്ലേ അമ്മ, നല്ല കൊച്ച. വീട്ടില് ഒരു കുട്ടിയൊക്കെ ആവുമ്പോഴേ അതുങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയാ ഭയങ്കര സങ്കടമായിരിക്കും അച്ഛനും അമ്മയ്ക്കുവേ. അത് കുഴപ്പമില്ല ചേച്ചി, എനിക്കൊരു അനിയനും കൂടി ഉണ്ട്. അതാണ്, അന്യനുണ്ടായിക്കോട്ടെ, എന്നാലും വീട്ടുകാരൻ നമ്മളൊന്ന് ഓർമ്മിക്കണ്ടേ. അത് കുഴപ്പമില്ല, അവരെ ഓർത്ത മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? എന്നാലും ഈ അനിയനുണ്ടെങ്കിലും മോളോടായിരിക്കും സ്നേഹം കൂടുതൽ. ഇല്ല, രണ്ടുപേരോടും ഒരുപാട് ഒരേപോലെ സ്നേഹമൊക്കെ ആണല്ലേ. ആന്റിക്കും 2 മക്കളുണ്ടേ. അപ്പൊ എൻ്റെ മോളും വലിയ കുട്ടിയാ. അവളിനിയിപ്പോൾ ആരെങ്കിലും സ്നേഹിച്ചാൽ തന്നെ ഞാനത് സ്വീകരിക്കും. എൻ്റെ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ ആയിരിക്കും, മോളെയും സ്വീകരിക്കും വീട്ടിൽ പോയാൽ. എന്റെ വീട്ടിൽ ആ സ്ഥിതി അല്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയാൽ ഇനി പപ്പ ഈ സംഭവമൊക്കെ അറിഞ്ഞോണ്ട് എന്നെ വെട്ടിക്കൂട്ടി ആ ഏലത്തോടത്ത് കുഴിച്ചിടും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകത്തില്ല. അയ്യോ, അങ്ങനെ മക്കളെ ഒറ്റപ്പെട്ട ജീവിതമൊന്നും ശരിയല്ല. അങ്ങനെയല്ല മോളെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്ന് പറയാം. നമുക്ക് എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ലേ ചേച്ചി, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ആണല്ലേ, വലിയ വാശിക്കാരായിരിക്കും. സത്യത്തിൽ അതൊന്നുമല്ല കാരണം. ആന്റി ഒരു കാര്യം പറയട്ടെ? എന്താ മക്കളെ, ഈ സ്നേഹിച്ചൊക്കെ ജീവിച്ചാലേ അതൊന്നും ശരിയാകൂല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തിൽ. എന്താന്ന് വെച്ചാൽ ഒരു ദേഷ്യത്തിന്, ഇപ്പം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു വഴക്കിട്ടെന്ന് വെച്ചോ, ഒരു ദേഷ്യത്തിന് കൈയും കാലും കുടലും ഒക്കെ മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കും. അതല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കുത്തിക്കും, അതല്ലെങ്കിൽ ജ്യൂസിൽ വിഷം ചേർക്കും. അങ്ങനെയുണ്ടല്ലോ, ഇവർ പരമാവധി ഉപദ്രവിക്കും. പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട, ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഇവന്മാരങ്ങ് പോയിക്കളയും. എന്തിനീ പാട് കഴിക്കണത്? അച്ഛനും അമ്മേനെയും നോക്കി അവർ പറയണ ഒരാളെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, മോളെ കണ്ടാലറിയാം പുറത്ത് ഏതോ രാജ്യത്ത് ജീവിക്കേണ്ട കൊച്ച. നമുക്ക് വീട്ടിൽ പോയാലോ? ഇല്ല, ചേച്ചിയുടെ കല്യാണം എങ്ങനെയാ കഴിഞ്ഞേ? ഞാൻ അല്ല മക്കളെ, കല്യാണത്തിന്റെ തലേദിവസം ഒളിച്ചോടി പോയി. ഇഷ്ടപ്പെട്ട ആടൂരിലേ ഇറങ്ങിപ്പോയത്. 2 മക്കളില്ലേ, ഇപ്പൊ ചേച്ചി സുഖമായിട്ട് ജീവിക്കുന്നില്ലേ, പിന്നെന്താ കുഴപ്പം? അതെന്താണെന്നറിയാമോ, ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ അത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിങ്ങളെന്ന് പറഞ്ഞാൽ അതല്ല. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കിട്ടാനില്ല. അയ്യോ, പക്ഷെ എന്റെ ഭാഗ്യം എന്തോന്നു, ടോം ഭയങ്കര നല്ല സ്വഭാവമുള്ള ഒരാളാ. ഞാൻ ടോമിന്റെ കൂടെ ജീവിക്കത്തുള്ളൂ. മക്കളെ, ഈ പ്രായത്തിൽ ഇതൊന്നും പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലടി ചെവിയില്. മക്കള് നല്ല രീതിയിൽ ജീവിച്ച ഒരു കൊച്ചാണ്. ആരോരും ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ട് ജീവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടം തൊട്ടാണ് അടിയായി, വഴക്കായി, വെട്ടായി, കുത്തായി, അടിച്ചു കൊന്ന് കെട്ടിത്തൂകലായി. എന്തൊക്കെയാണ് ഈ കാലത്ത് നടക്കുന്നത്? പണ്ടത്തെ കാലമല്ല.
വേണമെങ്കിൽ ചേച്ചി പറയുന്നതും അമ്മൂമ്മ പറയുന്നതും മക്കളെ ശ്രദ്ധിച്ച് കേട്ട് ആലോചിച്ച് തീരുമാനിക്കണം. കഷ്ടപ്പെട്ടു പോവാം. ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്തോ പറയുന്നത്? അമ്മമ്മയും ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ടോമിന്റെ കൂടെ ജീവിക്കത്തുള്ളൂ. ഞാനേ ഇങ്ങനെ എന്റെ ഒരു വീട് തപ്പി ഇങ്ങനെ വന്നതാണ്. വീടുകളിടയിൽ നീ ആരും ടോം ജോലിക്ക് പോയി പോയ തിന്നോണ്ട് കിടന്നുറങ്ങണ അത് തന്നെ. ജോക്കിയിലെ ചപ്പാത്തി. ജെസ്സി ജോർജ്, അത് എന്റെ ചേച്ചി. ഫുഡ് റെഡി ആയില്ലേ? ഓ ആരന്വേഷിച്ചത് അവരെ പേര് പറയടാ. അത് ദൊറോത്തി. ടോമിന്റെയും ജെസ്സിയുടെയും വീട്ടിലേക്ക് ചോദിച്ചാ എടാ അതീതല്ല ഈ ഏരിയല്ലേ നീ